മാഹിയിൽ പൊതുവെ ഒരു ചെറിയ കേന്ദ്രഭരണ പ്രദേശമായതുകൊണ്ട് അത്ര വലിയ ക്രൈം കേസുകളൊന്നും അവിടെ നടക്കാറില്ല. ചില രാഷ്ട്രീയ സംഘർഷങ്ങളും കേരളത്തിൻ്റെതായ രാഷ്ട്രീയ സംഘർഷങ്ങളും അല്ലാതെ മാഹിയിലെ മദ്യപരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഒഴിച്ചാൽ മാഹിയിൽ കാര്യമായ ക്രമസമാധാന പ്രശ്നങ്ങൾ പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. അപ്പോൾ മാഹി പോലീസിന് കിട്ടിയ അന്വേഷണം, ഈ പരാതി അവർ ഗൗരവത്തിൽ എടുക്കുന്നു. അങ്ങനെ അന്വേഷണം ആരംഭിക്കുന്നു. ഇത് 3 സ്ക്വാഡായി തിരിഞ്ഞായിരുന്നു അന്വേഷണം തുടങ്ങിയത്. ഇവരുടെ പ്രൈം സസ്പെക്ട് തന്നെ ഈ ഷൈനായിരുന്നു. കാരണം ഈ വീട്ടുകാർ ആദ്യമേ തന്നെ പറയുന്നു, നിങ്ങൾക്ക് പോലീസ് ചോദിക്കുമല്ലോ ഈ മോഷണത്തിൽ നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതാനും ദിവസങ്ങൾ മാത്രം ആ വീട്ടിൽ ജോലി ചെയ്ത് അവരുമായിട്ട് ഉടക്കി തിരിച്ചു പോകുന്ന ഷൈനി എന്ന ഹോം നേഴ്സിൻ്റെ പേരാണ് ആദ്യമേ തന്നെ ഈ രമ്യ പോലീസിനോട് പറയുന്നത്. അങ്ങനെ പോലീസ് അന്വേഷണത്തിൻ്റെ ആദ്യ പരിധിയിൽ തന്നെ ഈ സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സ്ത്രീയുടെ പശ്ചാത്തലം അന്വേഷിക്കുകയും ഇവരുടെ ഭർത്താവിൻ്റെയും ഭർത്തൃ സഹോദരൻ്റെയും ഒരു ക്രിമിനൽ പശ്ചാത്തലമൊക്കെ പോലീസ് മനസ്സിലാക്കി. ശേഷം ഇവരുടെ ഫോൺ കോളുകൾ ട്രേസ് ചെയ്തു. ഇവരുടെയും അടുത്ത ബന്ധുക്കളുടെയും കോളുകൾ ട്രേസ് ചെയ്തപ്പോൾ പോലീസിനെ അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. അവർ നേരെ ആറളത്തേക്ക് എത്തി. ഈ സംഭവം നടക്കുന്ന ദിവസം ശനിയാഴ്ച രാത്രി ഈ പന്തക്കലിലെ ഈ ക്ഷേത്രത്തിന് സമീപം തന്നെ ഈ ഇളയ സഹോദരനായ അനിയൻ ബാവയുടെ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ അവിടെ ആയിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. അതുകൊണ്ട് തന്നെ അവർക്ക് അധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല. ഇവർ നേരെ ആറളത്തെ ദിനേഷിൻ്റെ വീട്ടിലേക്ക് എത്തുന്നു. വീട്ടിലേക്ക് എത്തുമ്പോൾ ദിനേഷ് വീട്ടിലുണ്ട്. മറ്റേ ചേട്ടൻ ബാവയും ഭാര്യ ഷൈനിയും മാറിയാണ് താമസിക്കുന്നത്. അപ്പോൾ ഇരുവരും വീട്ടിലില്ല.